എൻ്റെ കുടുംബം മൊത്തം നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് എനിക്കൊരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. പക്ഷേ ഇവർ എന്നെ നല്ലോണം ചതിച്ചതാണ്. കാരണം അത്രയ്ക്ക് സ്നേഹിച്ചു പോയതാണ്. സ്നേഹിച്ചതിൻ്റെ പേരിൽ എനിക്ക് തന്ന വെറും സങ്കടം മാത്രമല്ലാണ്ട് എനിക്ക് ഓർമ്മൊന്നും തന്നില്ല. കാരണം കിട്ടാനുള്ളതൊക്കെ കിട്ടിക്കഴിഞ്ഞിപ്പോൾ ഞാൻ പ്രഗ്നൻ്റാണ്. എൻ്റെ മുന്നിൽ വേറെ വഴിക്കില്ല. എന്നിട്ട് അവൻ പറയും അബോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബീറ് വഴി കുടിക്കാൻ വേണ്ടി നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. അത്ര കാലമെത്തിച്ചവൻ. കാരണം എനിക്ക് എൻ്റെ കുടുംബവും ഒക്കെ പോയി. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട ആളാണത്. എന്നിട്ട് ഓരോരോ കഥകൾ വേണ്ടി പറഞ്ഞ് നടക്കും. എനിക്ക് സങ്കടം പറയാൻ പോലും ആരുമില്ലാത്ത അവസ്ഥയാ. ഞാനിങ്ങനെ ഇങ്ങനെ മോട്ടിവേഷൻ ചെയ്യുന്നോണ്ട് ഞാൻ വന്ന് പറയാം. കാരണം എനിക്ക് അവരൊത്തിരി ഇഷ്ടമാണ്. കാരണം എൻ്റെ ജീവൻ വരെ കൊടുക്കും ഞാൻ അവർക്ക് വേണ്ടിയിട്ട്. പക്ഷെ അവർ മനസ്സിലാക്കിയില്ല എന്നെ ഒരിക്കൽ പോലും. കാരണം അത്രയ്ക്കും ഇഷ്ടമാണ് എനിക്ക് ഒഴിവാക്കാൻ പോലും പറ്റൂല. പല സാഹചര്യത്തിലും ഇവരെന്നെ ഒരാഴ്ച പോലെ റോഡിൻ്റെ മുകളിൽ ഇറക്കി വിട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അവരെ വിളിക്കുമ്പോൾ ഇവരെ അടുത്തേക്ക് വരും. കാരണം എനിക്ക് വരെ ഇഷ്ടമുള്ളൂ. നിങ്ങൾ കേട്ടത് ഒരു ഹൃദയമുള്ള ഒരു വ്യക്തിക്ക് ഒരു എന്താ പറയുക, ഒരു വിങ്ങലോടല്ലാതെ അത് കേൾക്കാൻ പറ്റില്ല. ആ കൊച്ചിൻ്റെ ഒരു അവസ്ഥ, ഏത് മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ, ഏത് ജാതിയിൽപ്പെട്ടവരായിക്കോട്ടെ, ഇങ്ങനെയൊക്കെ ഒരു കൊച്ചിനെയൊക്കെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ, അവൾ പ്രഗ്നൻ്റ് ആണ് പോലും. ഈ പ്രഗ്നൻ്റ് ആയ സമയത്ത് ബീറോ മറ്റോ കുറിച്ച് അത് അബോർട്ട് ചെയ്യാനുള്ള ശ്രമം വരെ നടത്തിയെന്നാൽ ഇപ്പോഴും അവനെ കാത്തിരിക്കുകയാണ്. ഇത് ആക്സിഡൻ്റലി ഞാൻ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് എനിക്ക് കിട്ടിയതാണ്. ഇത് ഏതാണ് കൊച്ചെന്നോ നശിപ്പിച്ചതാരൊന്നും എനിക്കറിയില്ല. ഇത് പരിധി വിട്ട സമയത്ത് ഏതോ മോട്ടിവേറ്റർ എടുത്തോ മറ്റോ പോയിട്ട് അവൾ പറഞ്ഞതോ മറ്റോ ആണ്. ഇനി കോൾ ചെയ്തതാണോ വാട്സപ്പ് കൊടുത്തതായിരിക്കും. അതാണല്ലോ നമ്മൾ കാണുന്നത്. എന്തൊരവസ്ഥയാണ്. ഇങ്ങനെയൊക്കെ ഒരു കൊച്ചിനൊക്കെ ചതിക്കാൻ ആർക്കാൻ പറ്റുക? നമ്മുടെ ഈ കൗമാരക്കാരായ പെൺകുട്ടികളോടാണ് പറയാനുള്ളത്. നിങ്ങൾ ഇവർ വന്ന് മാടി വിളിച്ച് വാട്സപ്പിലോ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഓരോ മെസ്സേജ് അയച്ച് നിങ്ങളുടെ ഭംഗിയെക്കുറിച്ചും നിങ്ങളെ തൊലിവെളുപ്പിനെക്കുറിച്ചും നിങ്ങളെ ആകാരവടിവിനെക്കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ട്രാപ്പിലേക്കാണ് പോകുന്നതെന്നുള്ളത്. പിന്നെ നിങ്ങളെ മറന്നു പോകുന്ന മറ്റൊരു കാര്യമുണ്ട്. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ അച്ഛൻ, അമ്മ, ഉപ്പ, ഉമ്മ, നിങ്ങളുടെ ആങ്ങളമാർ, നിങ്ങളുടെ സഹോദരി, ഇവരൊക്കെ കൂടിയുള്ള വലിയൊരു കുടുംബമാണ് നിങ്ങൾ. അവരൊക്കെ ഒരു നിമിഷ നേരത്തേക്ക് നിങ്ങൾ വേദനയിലാത്തിയിട്ടാണ് പോകുന്നത്. പിന്നെ കര കയറാൻ പറ്റാത്തൊരു കടലിലേക്കാണ് നിങ്ങൾ താഴ്ന്നു പോകുന്നുള്ളത്. അതാണൊരു സത്യം. പിന്നെ തിരിച്ച് കയറി വരാൻ പറ്റാത്ത അത്രയും വലിയ കയത്തിലേക്കാണ് നിങ്ങൾ വീണു പോകുന്നത്.